3/4 കിലോ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ കറക്റ്റ് അളവോട് കൂടി പാചകം ചെയ്യാം എന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ആദ്യം നമുക്ക് ഫ്രൈ ആക്കാൻ വെച്ച ചിക്കൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി, കാശ്മീരി ചില്ലി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കോൺഫ്ലവർ, ഫുഡ് കളർ ഇതൊന്നും ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. The wind hums songs at the break of. ഇനി നമുക്ക് ബിരിയാണി പാചകം ചെയ്യാനുള്ള കുക്കർ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 2 ഇതൾ കറിവേപ്പില, മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് തക്കാളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് 2.5 സ്പൂൺ തൈരും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചിക്കനും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1.5 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരിയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിലും അതുപോലെ 2 മിനിറ്റ് ലോ ഫ്ലെയിമിലും ആക്കി വേവിച്ചെടുക്കാം.
അപ്പം നമ്മൾ ചിക്കൻ ദം ബിരിയാണി ഇതവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.